ഓൾറൈറ്റ് ഗൈസ്, ഇന്ന് നമുക്ക് മൗസിനെ കുറിച്ച് പഠിക്കാം. മൗസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, മൗസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എത്ര തരം മൗസ് ഉണ്ട്. ഈ വീഡിയോയുടെ കൂടെ നിങ്ങൾക്ക് മൗസിനെ കുറച്ചുകൂടി ഡീപ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ മൗസ് എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു സ്ക്വയർ സ്ക്രീൻ എടുക്കാം, അതിൽ മുകളിലെയും താഴത്തെയും വൈന്ന് കണക്ക് കൂട്ടാം, റൈറ്റും ലെഫ്റ്റും എക്സിന്ന് കണക്ക് കൂട്ടാം. അങ്ങനെയാണ് മൗസ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ മൗസ് കൊണ്ട് മുമ്പോട്ട് നീക്കിക്കഴിഞ്ഞാൽ അത് വൈ ആയിട്ടും, ബാക്കോട്ട് നീക്കിക്കഴിഞ്ഞാൽ അത് വൈ ആയിട്ടും, ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് നീക്കിക്കഴിഞ്ഞാലും അത് എക്സ് ആയിട്ട് രജിസ്റ്റർ ആവും. സോ നമുക്ക് എളുപ്പമായി കമ്പ്യൂട്ടറിന് എളുപ്പമായി ഇൻപുട്ട് കൊടുക്കാൻ എക്സും വൈയും ഡയറക്ഷൻ വെച്ചിട്ട് ഇൻപുട്ട് യൂസർ എന്താ യൂസർ എന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനെ നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ് വെച്ചിട്ട് വേണം നമുക്ക് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാനും അങ്ങനെ ഫോൾഡേഴ്സ് ഓപ്പൺ ചെയ്യാനും എല്ലാം ചെയ്യാനും കമ്പ്യൂട്ടറിൽ. നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് ബോൾ മൗസ് ആണ്. ബോൾ മൗസ് എന്ന് വെച്ചാൽ മൗസിൻ്റെ അടിയിൽ ഒരു ബോൾ ഉണ്ടാവും. നോട്ട് ദാറ്റ് ബോൾ ഗൈസ്. ആ ബോൾ വെച്ചിട്ട് നമ്മൾ മൗസ് മൂവ് ചെയ്യുമ്പോൾ അതിനകത്തൊരു സെൻസർ ഉണ്ട്. ആ സെൻസർ വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണോ റൈറ്റ് സൈഡിലേക്കാണോ സ്ട്രെയിറ്റ് ആണോ ബാക്ക് ആണോ ചെയ്തതെന്ന് അറിയാൻ പറ്റും. അതാണ് ആദ്യത്തെ ബോൾ മൗസ്. സോ ബോൾ മൗസ് എന്ന് പറയുമ്പോൾ അക്യുറേറ്റ് ആയിരിക്കും, കാരണം നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ കൈ എങ്ങോട്ടാ നിൽക്കുക എന്നുള്ളത്. പക്ഷെ സ്പീഡ് കുറവായിരിക്കും, ഒട്ടും സ്പീഡ് ഉണ്ടാവില്ല. ടൈം എടുക്കും അത് റെസ്പോണ്ട് ആവാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ മൗസ് നിർത്തി. ഒപ്റ്റിക്കൽ മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു LED വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ LED എവിടേക്കൊക്കെ പോകുന്നു അതിൻ്റെ ഒപ്പം സെൻസറും പോകും, DSP എന്ന് പറയും, അത് പോവും. അപ്പോൾ LED വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഒപ്റ്റിക്കൽ മൗസ്. പിന്നെ ഇറക്കിയതാണ് ലേസർ മൗസ്. ലേസർ മൗസ് ആയിരിക്കും ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാവരുടെയും. സോ ആ മൗസിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റ് കാണാൻ പറ്റും, അതാണ് ലേസർ മൗസ്. ലേസർ മൗസും സെയിം കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ലേസർ മൗസും ഒപ്റ്റിക്കൽ മൗസും ഒക്കെ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യുക ചെയ്യുന്നത്. ബോൾ എന്ന് പറയുമ്പോൾ മെക്കാനിക്കലായിരുന്നു, ഇതാ ലൈറ്റ് സോഴ്സുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ലേസർ വെച്ചിട്ട്. സോ ഇപ്പോൾ എന്താ ഗുണം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കിട്ടി. സ്പീഡായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്പീഡ് കിട്ടി. അക്യുറസിയും ഒപ്റ്റിക്കലിൽ കുറവാണ്, പക്ഷേ ലേസറിൽ കറക്റ്റാണ്. സോ ലേസർ വന്നപ്പോൾ നമുക്ക് വേറൊരു ഗുണം കൂടി കിട്ടി, DPI എന്ന് പറയും. അതായത് സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 3000 DPI അല്ലെങ്കിൽ 4000 DPI എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൗസൊക്കെ എടുക്കുമ്പോൾ. മോസ്റ്റ്ലി ഗെയിമേഴ്സാണ് അത് പ്രിഫർ ചെയ്യുന്നത്, അത്രയും DPI ഉള്ളത്. കാരണം അക്യുറസി കൂട്ടി അവർക്ക് ഗെയിം ഷൂട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ആ DPI എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് മെഷർ ചെയ്യണതാണ്. നമ്മുടെ സ്ക്രീൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ XY ഡയറക്ഷനാണ്. സോ ഇതിൽ ഓരോ സ്ക്രീനിനെയും നമ്മൾ മെഷർ ചെയ്യണത് ഡോട്ട് പെർ ഇഞ്ച് വെച്ചിട്ടാണ്. അതായത് ഓരോ സ്ക്രീനിലും ഓരോ ഡോട്ട് ഓഫ് LEDs ഉണ്ട്, ആ LED ഇഞ്ച് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അത്രയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് ബട്ടൺസ് ഉണ്ട്, അതല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ചെയ്യാം. പിന്നെ ഉള്ളതാണ് ഗെയിമിംഗ് മൗസ്. ഗെയിമിംഗ് മൗസ് ലൈക്ക് നോർമൽ ഗെയിമിംഗ് ഫ്രണ്ട്ലി ആയിട്ട് മോർ ഫങ്ഷനാലിറ്റി അതിനകത്തുണ്ടാവും, സ്വിച്ചുകൾ കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ വെർട്ടിക്കൽ മൗസാണ് ഇത്. ഇതെന്താ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ഓഫീസ് ജോബ് ചെയ്യുന്നവർക്ക് എളുപ്പമായിരിക്കും, കൈ എപ്പോഴും കംഫർട്ടബിളായിട്ട് പിടിക്കാൻ പറ്റും. അതൊക്കെയാണ് വെർട്ടിക്കൽ മൗസിൻ്റെ ഗുണം. അതുപോലെ തന്നെ ഫ്യൂ അതർ മൗസസ് അത്. പക്ഷെ അതിൻ്റെ എല്ലാം കീ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ മൗസിന് 2-3 സ്വിച്ചസ് ഉണ്ടാവുള്ളൂ, റൈറ്റ് ബട്ടൺ, ലെഫ്റ്റ് ബട്ടൺ, സ്ക്രോൾ ബട്ടൺ. പക്ഷെ ഒരു ഗെയിമിംഗ് മൗസോ അല്ലെങ്കിൽ അഡ്വാൻസ് മൗസിലോ കൂടുതൽ സ്വിച്ചസ് ഉണ്ടാവും. അത് മാത്രമല്ല നമുക്ക് കൂടുതൽ ഫങ്ഷനാലിറ്റി ഉണ്ടാവും. ഓക്കെ, ഇനി മൗസിൻ്റെ കണക്ടിവിറ്റികളെ കുറിച്ച് പറയാം. മൗസ് വയേർഡ് ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്. ആ 2 കണക്ടിവിറ്റി വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. സോ ഗൈസ്, ഇതാണ് മൗസ്, ഇത് റൈറ്റ് ബട്ടൺ, ഇത് ലെഫ്റ്റ് ബട്ടൺ. സോ ഇതാണ് നമ്മുടെ DPI. ഈ DPI നമുക്ക് വീഡിയോയുടെ മനസ്സിലാവില്ല, പക്ഷെ നമ്മൾ ഓരോ പ്രാവശ്യം DPI പ്രസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്പീഡ് ചേഞ്ച് ചെയ്യുകയാണ്. സോ ഒരു നോർമൽ മൗസിൽ റൈറ്റ് ബട്ടണും ലെഫ്റ്റ് ബട്ടൺ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇതൊരു വയേർഡ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് മൗസാണ്. ഇതിന് ഞാൻ പറഞ്ഞ പോലെ ഫങ്ഷനാലിറ്റീസ് ഉണ്ട് ഗെയിമിങ്ങിന് വേണ്ടിയുള്ള. ഇപ്പോൾ നമുക്ക് റൈറ്റ് ബട്ടൺ ഇത് ക്ലിക്ക് ചെയ്താൽ ബാക്ക് ഷൂട്ട് ചെയ്യാനും, ഇത് ഗൺ ചേഞ്ച് ചെയ്യാനും അങ്ങനെയെല്ലാം യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ആക്ഷൻ ബട്ടൺ പോലെ, ഐഫോണിലെ ആക്ഷൻ ബട്ടൺ പോലെ നമുക്ക് ഈ 2 സ്വിച്ചസ് യൂസ് ചെയ്യാം. ഇത് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ സ്ക്രോൾ ബാർ കുറച്ച് സ്പീഡായിരിക്കും. പിന്നെ അഡ്വാൻസ് മൗസിൽ ഇതിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രോൾ ബാർ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ അത് റണ്ണിങ് സ്റ്റേജിലായിരിക്കും, പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ഒന്ന് പ്രസ് ചെയ്താൽ മതി. സോ ഇനി റൈറ്റ് ലെഫ്റ്റും നമ്മൾ യൂസ് ചെയ്യണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ബട്ടൺ എപ്പോഴും ഫോൾഡേഴ്സ് ഓപ്പൺ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നെ ലെഫ്റ്റ് ബട്ടൺ ഓപ്ഷൻസിന് വേണ്ടിയാണ്.
സോ നമുക്കിപ്പോൾ ആദ്യം ലെഫ്റ്റ് ബട്ടനെ നോക്കാം. സോ ലെഫ്റ്റ് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്തു. നമുക്ക് ന്യൂ ഫോൾഡേഴ്സ് എടുക്കാം, റീഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇനി റൈറ്റ് ബട്ടനെ കുറിച്ച് നോക്കാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആപ്സ് ചൂസ് ചെയ്യാം. ആപ്സ് ചൂസ് ചെയ്തിട്ട് ഇപ്പോൾ ലെറ്റ്സ് എനിക്കൊരു ബ്രൗസറിൽ പോകണം. സോ ആ ബ്രൗസർ ഞാൻ റൈറ്റ് ബട്ടൺ വെച്ച് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ്സിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ഫയൽ എടുക്കുക. സോ അത് ഡിലീറ്റ് ചെയ്യണം എന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്യും. സോ അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. ഡിലീറ്റ് ചെയ്യണോ, കട്ട് ചെയ്യണോ, കോപ്പി ചെയ്യണോ, റീനെയിം ചെയ്യണോ, ഷെയർ ചെയ്യണോ. സോ റൈറ്റ് ബട്ടൺ എപ്പോഴും ഇതുപോലെയുള്ള ഓപ്ഷൻസിന് വേണ്ടിയാണ്. നമ്മൾ ജസ്റ്റ് ലൈക്ക് നമ്മൾ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ക് മാറ്റാൻ വേണ്ടി ക്ലിക്ക് ചെയ്യില്ലേ, റൈറ്റ് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഇതുപോലെ ക്ലോസ് ചെയ്യാനും മാത്രമാണ്.